പെരുമാതുറ മുതലപ്പുഴയിൽ ഇന്നു മുതൽ മത്സ്യത്തൊഴിലാളികളുടെ സമരം ശക്തമാകും. ഹാർബർ എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ നടന്ന സംഘർഷത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് സമരം ശക്തമാക്കാനുള്ള തീരുമാനം. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലെ തീരുമാനങ്ങൾ മത്സ്യത്തൊഴിലാളികൾ അംഗീകരിച്ചിട്ടില്ല. അതേസമയം രാവിലെ 8 മണിക്ക് സമരസമിതിയുടെ അടിയന്തര യോഗവും ചേരുന്നുണ്ട്. ജിബിൻ ജെബി ഇതിന്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. ജിബിൻ, സംഘർഷത്തിന് അയവ് വന്നിട്ടില്ല, നേരിയ തോതിൽ ഒരു അയവുണ്ട് എങ്കിൽ പോലും ഒരേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും. വിശദാംശം എന്താണ്? ഇന്നിനി എങ്ങനെയായിരിക്കും അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ? മൂത്തി, സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പലതവണയായി പാലിക്കപ്പെടാതെ വന്നതുകൊണ്ടാണ് മുതലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം റോഡ് ഉപരോധവും അതിന് പിന്നാലെ സംഘർഷാവസ്ഥയും ഉണ്ടായത്. ഈ സംഘർഷാവസ്ഥയ്ക്ക് രാത്രി ഒരു 11 മണിയോടുകൂടിയാണ് താൽക്കാലികമായെങ്കിലും ഒരു അയവ് വന്നിരിക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെ 8 മണിയോടുകൂടി തന്നെ ഈ മത്സ്യത്തൊഴിലാളികളുടെയും സമരസമിതിയുടെ ഒരു അടിയന്തര യോഗം കൂടി ചേരുന്നുണ്ട്. ഇതിനുശേഷം സമരം ശക്തമാക്കാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനമെന്ന് പറയുന്നത്. ഈ കാണുന്ന ഇതാണ് മുതലപ്പുഴ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന പ്രശ്നവും ഈ പുഴ തന്നെയാണ്. കാരണം ഏകദേശം ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ്. അപ്പോൾ ഈ കായലിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങുന്ന പ്രധാന വഴി എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഇവിടെ നിന്ന്, അതായത് ഈ വേളി കഴിഞ്ഞ് വർക്കലേക്ക് എത്തുന്നത് വരെയും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് പോകാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഈ ഒരു പുഴ മാത്രമായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ ശക്തമായ കടലാക്രമണത്തിലും ഈ പുഴയുടെ അശാസ്ത്രീയ നിർമ്മാണത്തിലും 73 പേരുടെ ജീവനാണ് ഇവിടെ പൊളിഞ്ഞു പോയത്. പക്ഷേ കഴിഞ്ഞ ഒരു 2 മാസം കൊണ്ടുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഈ ടെട്രാപോഡുകൾ ഈ കായലിലേക്ക്, ഈ പ്രത്യേകിച്ച് പുഴയിലേക്ക് ഇറങ്ങിയത് കാരണം തന്നെ ഇവിടെ നിന്ന് മണൽ അതിൻ്റെ മുകളിലേക്ക് അടിച്ചു കയറി പുഴി പൂർണ്ണമായി മൂടിയ ഒരു അവസ്ഥയിലായിരുന്നു ഒരു കഴിഞ്ഞ 2 മാസം മുൻപത്തെ സാഹചര്യം. അതിനുശേഷം മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള സമരവും പ്രതിഷേധവും ഉണ്ടായി. തുടർന്ന് നടന്ന പലതവണ ചർച്ചകൾ നടന്നുവെങ്കിലും പലതവണ വാഗ്ദാനങ്ങൾ കൊടുത്തുവെങ്കിലും അതിൽ പലതും പാലിക്കപ്പെട്ടില്ല. ഏറ്റവും ഒടുവിലാണ് ഒരു മാസം മുമ്പ് നടന്ന ചർച്ചയ്ക്കൊടുവിൽ കണ്ണൂർ അഴീക്കൽ തുറമുഖത്ത് നിന്ന് ഈ കാണുന്ന, അതായത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വെള്ള കളറിലുള്ള ആ ഒരു ഡ്രഡ്ജറാണ് ചന്ദ്രഗിരി എന്ന് പറയുന്ന ഡ്രഡ്ജർ. ഇത് കണ്ണൂരിലെ അഴീക്കൽ തുറമുഖത്ത് നിന്ന് ഈ പെരുമാതുറയിലേക്ക് എത്തിച്ചതാണ്. ഇത് താൽക്കാലികമായി, അതായത് ഈ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഈ ചന്ദ്രഗിരി ഡ്രഡ്ജറിന്റെ പ്രവർത്തനം വെച്ചാണെന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഈ ചന്ദ്രഗിരി ഇവിടേക്ക് എത്തിച്ചിട്ട് ഇപ്പോൾ 3 ആഴ്ച പിന്നിടുകയാണ്. ഇതുവരെയും ഒരു ദിവസം പോലും ചന്ദ്രഗിരി പൂർണ്ണമായി പ്രവർത്തിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇടയ്ക്ക് ഒരു ദിവസം ഇത് പ്രവർത്തിച്ചുവെങ്കിൽ പോലും ഇതിൽ നിന്ന് വെള്ളം മാത്രമാണ് പുറത്തേക്ക് മാറ്റാൻ സാധിച്ചത്. അതായത് ഒരു ഡ്രഡ്ജർ കൃത്യമായി പ്രവർത്തിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളവും മണലും ഒരേ അളവിൽ തന്നെ കരയിലേക്ക് മാറ്റാൻ സാധിക്കും. പക്ഷേ ഇതിൽ നിന്ന് വെള്ളം മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ പുഴ ഇപ്പോൾ പൂർണ്ണമായി അടങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ മത്സ്യബന്ധനം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. അതായത് ഉപജീവന മാർഗം, ഈ പെരുമാതുറയിലെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗമാണ് പൂർണ്ണമായി നിലച്ചിരിക്കുന്നത്. പല വീടുകളും പട്ടിണിയുടെ വക്കിലാണ് എന്ന് പറയുന്നതാണ് സത്യം. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മത്സ്യത്തൊഴിലാളികളും സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ വീണ്ടും പ്രതിഷേധം ആരംഭിച്ചത്. ഈ പ്രതിഷേധം ആരംഭിച്ചിട്ടും ഇവരുടെ വിഷയത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ ഇവരുടെ ഈ മാർഗം ശരിയാക്കി കൊടുക്കാനോ ആരും തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം രാവിലെ 9 മണി മുതൽ ഈ തീരദേശ ഹൈവേ ഉപരോധിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം മത്സ്യത്തൊഴിലാളികൾ ആരംഭിച്ചത്. ഈ പ്രതിഷേധത്തിന്റെ കൂടി വിശദാംശങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയുള്ള ഒരു യോഗമാണ്? മോത്തി, അതായത് കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധത്തിനൊടുവിൽ 4 മണിക്ക് ഒരു ചർച്ച നടത്തിയിരുന്നു. മത്സ്യത്തൊഴിലാളി പ്രതിനിധികളും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും തമ്മിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. ഇതിൽ മത്സ്യത്തൊഴിലാളികൾ പ്രധാനമായി മുന്നോട്ട് വെച്ച ആവശ്യമെന്ന് പറയുന്നത് അടുത്ത ചൊവ്വാഴ്ചയ്ക്ക് മുൻപായി, കാരണം മൺസൂൺ, കേരളത്തിൽ മൺസൂൺ 27-ാം തീയതിയോടുകൂടിയാണ് എത്തുമെന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ മൺസൂൺ കൂടി എത്തിക്കഴിഞ്ഞാൽ ഈ പുഴി മുറിക്കാത്തത് കാരണം പല വീടുകളിലേക്ക്, കായൽ വക്കിലുള്ള വീടുകളിലേക്കൊക്കെ വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ചൊവ്വാഴ്ചയ്ക്ക് മുൻപായി ഈ പുഴി പൂർണ്ണമായി മുറിച്ച് ഇവിടെ നിന്നുള്ള ഡ്രഡ്ജിങ് പൂർണ്ണമായി, അതായത് ഈ കാണുന്ന മണൽ, ഈ പുഴി മൂടിയിരിക്കുന്ന മണൽ പൂർണ്ണമായി മാറ്റണമെന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യങ്ങൾ. പക്ഷേ ഈ ഹാർബർ എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്ന് അവർക്ക് ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഉറപ്പ് അവർ എല്ലാ പ്രാവശ്യവും സമരം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഉറപ്പാണ്. ഇതൊന്നും തന്നെ നടക്കുന്ന കാര്യമില്ല എന്നാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ ഇന്ന് രാവിലെ 7 മണിയോട് കൂടി ഈ കാണുന്ന ഡ്രഡ്ജറുകളുടെ, ഈ ചെറിയ ഡ്രഡ്ജറിന്റെ പ്രവർത്തനം രാവിലെ 7 മണിക്കും ചന്ദ്രഗിരി എന്ന് പറയുന്ന ഡ്രഡ്ജറിന്റെ പ്രവർത്തനം 10 മണിക്കും ആരംഭിക്കുമെന്ന് പറയുന്നത്. പക്ഷേ ഈ ചെറിയ ഡ്രഡ്ജറിന്റെ പ്രവർത്തനം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് രാവിലെ 8 മണിക്ക് തന്നെ ഈ സംയുക്ത സമരസമിതിയുടെ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഇന്നും കൂടി ഈ ചന്ദ്രഗിരി ഡ്രഡ്ജർ ഇന്നും കൂടി പ്രവർത്തനം ആരംഭിച്ചില്ല എങ്കിൽ, അതായത് അവർ പറയുന്നത് 20 മണിക്കൂറെങ്കിലും ഈ ഡ്രഡ്ജർ പ്രവർത്തിപ്പിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന ആവശ്യം. അതുപോലെ ഈ ടെട്രാപോഡുകൾ, ഈ പുലിമുട്ടിന്റെ ഭാഗമായിട്ടുള്ള ടെട്രാപോഡുകൾ ഇപ്പോൾ പുഴയ്ക്കകത്തേക്കാണ് വീണ് കിടക്കുന്നത്.
പറയുന്നുണ്ട്. ഇത് ഈ പൊഴി മുറിച്ച് കഴിഞ്ഞാലും അവർക്ക് വള്ളങ്ങൾ കടലിലേക്ക് ഇറക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കടലിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഈ വള്ളങ്ങളുടെ അടിഭാഗം ഈ ടെട്രാപോഡിൽ തട്ടിക്കൊണ്ട് അത് വീണ്ടും അപകടങ്ങൾക്ക് കാരണമാകും. നേരത്തെ പറയുമ്പോൾ 70 പേരുടെ ജീവൻ പൊലിങ്ങിയ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഒരാളെ കൂടി ഇനി ബലി കൊടുക്കാൻ തങ്ങൾക്കാകില്ല. അതുകൊണ്ട് ഈ മണൽ പൂർണ്ണമായി നീക്കുന്നതിനോട് പ്രദേശവാസികൾ ഇടപെടുന്ന ഒരു വിഷയം ആവുന്നത് അതുകൊണ്ടാണ്. 70-ലധികം പേർക്ക് ജീവൻ നഷ്ടമായ ഒരു സ്ഥലം, അവിടെ ശാശ്വത പരിഹാരം എന്നത് കാലങ്ങളായി അവർ ആവശ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അടിയന്തര യോഗവും ഇന്ന് രാവിലെ നടക്കുന്നുണ്ട്. പ്രതിഷേധം ഇന്നു മുതൽ ശക്തമാക്കാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം. ജിബിൻ ജെബിയാണ് വിശദാംശങ്ങൾ നമുക്കായി പങ്കുവച്ചത്. ജിബിന് നല്ല ദിവസം ആശംസിക്കുന്നു.